ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SATC വിക്ടേഴ്സ് അക്കാദമി. നമ്മൾ പഠിക്കാൻ പോകുന്നത് വെൻ ഡയഗ്രാമാണ്. അതായത് സെറ്റിനെ നമ്മൾ വിഷ്വലി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വെൻ ഡയഗ്രാം, എങ്ങനെയാണ് നമ്മൾ വെൻ ഡയഗ്രാം വരയ്ക്കുന്നത്? ഇത് പല കുട്ടികൾക്കും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പോർഷനാണ്. കാരണം ചില ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ വെൻ ഡയഗ്രാം വരച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാനായിട്ട്. അല്ലെങ്കിൽ എക്സാമിന് വെൻ ഡയഗ്രാം തന്നിട്ട് അതിൽ നിന്ന് സെറ്റ് എഴുതുവാനോ അല്ലെങ്കിൽ സെറ്റ് തന്നിട്ട് അതിൻ്റെ വെൻ ഡയഗ്രാം എഴുതാനൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് വെൻ ഡയഗ്രാം നോക്കാം. അതിന് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്നാണ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സെറ്റിൻ്റെയും സെറ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ സ്കൂളിലെ മൊത്തം കുട്ടികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു യൂണിവേഴ്സൽ സെറ്റ്. അതിൻ്റെ ചെറിയ ചെറിയ സെറ്റുകളാണ് 1ാം ക്ലാസ്സിലെ കുട്ടികൾ, 2ാം ക്ലാസ്സിലെ കുട്ടികൾ, അങ്ങനെ. അപ്പോൾ നമ്മളിപ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ സെറ്റ്, 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ സെറ്റ്, 3ാം ക്ലാസ്സിലെ, 4ാം ക്ലാസ്സിലെ, അങ്ങനെ എല്ലാവരെയും ഇങ്ങനെ സെപ്പറേറ്റ് വന്നേക്കാണ് ABCD എന്ന് പറയും. എന്നിട്ട് എല്ലാം കൂടി നമ്മൾ ചേർത്താൽ കിട്ടുന്നത് എന്താണ്? ആ സ്കൂളിലെ മൊത്തം സ്റ്റുഡൻസ് ആണ്. അപ്പോൾ സ്കൂളിലെ മൊത്തം സ്റ്റുഡൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റാണ്. സിമിലാർലി നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ വരും? അതിനകത്ത് പോസിറ്റീവ് സംഖ്യകൾ വരും, നെഗറ്റീവ് സംഖ്യകൾ വരും, അതുപോലെ തന്നെ ഫ്രാക്ഷനുള്ള സംഖ്യകൾ വരും, റൂട്ടുള്ള സംഖ്യകൾ വരും. എല്ലാ സംഖ്യകളും ചേർന്നതാണ് ഈ പറയുന്ന എന്താണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിയൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിവേഴ്സൽ സെറ്റാണ്. ആരുടെ യൂണിവേഴ്സൽ സെറ്റാണ്? ഈ പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും ഇൻഡിജേഴ്സിൻ്റെ ഒക്കെ യൂണിവേഴ്സൽ സെറ്റാണെന്ന് നമുക്ക് പറയാം. മറ്റൊരു എക്സാമ്പിൾ ഇസഡ്. റിയൽ നമ്പേഴ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 6 നഷ്ടം കൊണ്ടാണെങ്കിൽ ഇസഡ് എന്ന് പറയുന്നത് ഇൻഡിജേഴ്സ് ആണ്. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരാം? -3, -2, 0, 1, 2, 3 ഇങ്ങനെ പോകും. അത് ഇപ്പുറത്തേക്ക് ഇങ്ങനെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് -3, -2, അതായത് നെഗറ്റീവ് ഇൻഡിജേഴ്സ്, ഹോൾ നമ്പർ, അതുപോലെ നാച്ചുറൽ നമ്പർ, പോസിറ്റീവ് ആയിട്ടുള്ള എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് പോസിറ്റീവ് ആണ് എപ്പോഴും. ഇനി ഇൻഡിജർ പോസിറ്റീവ്, ഇത്തരം സെറ്റുകളുടെ എന്താണ് സൂപ്പർ സെറ്റാണ്, അല്ലെങ്കിൽ ഇത്തരം സെറ്റുകൾ ചേർന്ന ഒരു സെറ്റാണ് ഇസഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിവേഴ്സൽ സെറ്റാണ്. യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു റെക്ടാങ്കിൾ ഉപയോഗിച്ചിട്ടാണ്. റെക്ടാങ്കിൾ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ U, ക്യാപിറ്റൽ U. ക്ലിയർ? അപ്പൊ ക്യാപിറ്റൽ U എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടും അതുപോലെ ഫിഗർ ആയിട്ട് പിക്ചർ വൈസ് നമ്മൾ കാണിക്കുമ്പോൾ ഒരു റെക്ടാങ്കിൾ ഉപയോഗിച്ചിട്ടുമാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിനെ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, U എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതുന്നു 1, 2, 3, 4, 5. ഇതൊരു യൂണിവേഴ്സൽ സെറ്റാണെന്ന് വിചാരിക്കും. A എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതുന്നു ഓഡ് നമ്പേഴ്സ് 1, 3, 5. B എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതുന്നു 2, 3, 5. ഓക്കെ, 2, 4, 5. ഇത് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. 2, 4, 5. ഇതാണെങ്കിൽ 1, 3, 5. ഓക്കെ, അപ്പോ ഇത് എനിക്കൊന്ന് വെൻ ഡയഗ്രത്തിൽ കാണിക്കണം എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ഇതിനെ നമ്മൾ റെക്ടാങ്കിളിന്റെ ഷേപ്പിലാണ് ഇതിനെ കാണിക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, എന്നിട്ട് U എന്ന പേരിടുക. അപ്പോ ഇതിന്റെ ഉള്ളിലായിരിക്കണം ഈ 1, 2, 3, 4, 5 എന്ന് പറയുന്ന സംഖ്യ വരേണ്ടത്. ഓക്കെ, ഇതിനകത്ത് തന്നെ 1, 3, 5 എന്തിനകത്ത് വരണം? എയിനകത്തും, 2, 4, 5 എന്നുള്ളത് ബിനകത്തും വരണം. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, രണ്ടിലും കോമൺ ആയിട്ട് ഒരാളുണ്ടെങ്കിൽ നമ്മളതിന് A ഇന്റർസെക്ഷൻ B എന്ന് പറയും. 5. ക്ലിയർ? ഈ ആൽജിബ്ര നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ഇന്റർസെക്ഷൻ യൂണിയന് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഓക്കെ, അപ്പൊ A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എത്രയാണ്? 5 ആണ്. ഓക്കെ, ക്ലിയർ? Aനകത്ത് മാത്രമുള്ളത് 1ഉം 3ഉം ആണ്. Bനകത്ത് മാത്രമുള്ളത് 2ഉം 4ഉം ആണ്. അപ്പൊ നമ്മൾ Aനെ ഇങ്ങനെ കാണിച്ചു, ദിസ് ഈസ് A. ഓക്കെ, Bനെ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് കാണിക്കുക, B, ദിസ് ഈസ് B. എയിലും ബിയിലുള്ള ആളെത്രയാണ്? 5. അത് ഇതിന്റെ ഉള്ളിൽ കാണിച്ചു. ശരിയായില്ലേ? A നോക്കുമ്പോൾ അതിനകത്ത് 5 ഉണ്ട്, B നോക്കുമ്പോൾ അതിനകത്ത് 5 ഉണ്ട്,
റെക്ടാങ്കിളിനകത്തും 5 ഉണ്ട്. അപ്പൊ യുവിലും 5 വന്നു. ശ്രദ്ധിക്കുക, എയിലും 5 വന്നു, ബിയിലും 5 വന്നു, യുവിലും 5 വന്നു. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് എയിനകത്തുള്ള 1ഉം 3യും അത് ഞാൻ ഇവിടെ എഴുതി 1 3. അപ്പൊ എയിനകത്ത് ആരൊക്കെ വന്നു? 1 3 5 കറക്റ്റ്. ഇനി ബിനകത്തുള്ള 2ഉം 4ഉം 2 4. അപ്പൊ ബിനകത്ത് ആരൊക്കെ വന്നു? 2 4 5 കറക്റ്റ്. ഇനി ഈ പറഞ്ഞ യുവിനകത്ത് എല്ലാവരും ഉണ്ടോ നോക്കിയേ? 1 2 3 4 5. സോ ദിസ് ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് എന്താണ് സെറ്റ് ഇൻ ദ ഫോം ഓഫ് എന്താണ് വെൻ ഡയഗ്രം. അപ്പോൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മൾ വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പൊ സാർ ഇങ്ങനെ സർക്കിൾ മാത്രമാണ് വരയ്ക്കാൻ പറ്റുക? ഇല്ല, നിങ്ങൾക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള ഏത് ഫിഗറും വരയ്ക്കാം. നിങ്ങൾ ഉദ്ദേശിച്ച് ഒരാൾ ഇങ്ങനെ വരച്ചു, എക്ക് പകരം ഇങ്ങനെ വരച്ചു, നമ്മൾ സർക്കിളിന് പകരം റെക്ടാങ്കിൾ വരച്ചു, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇങ്ങനെ എന്താണ് വേറൊരു ഫിഗർ വരച്ചു, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫിഗർ ക്ലോസ്ഡ് ആയിരിക്കണം എന്നുള്ളൂ നിങ്ങൾ വരച്ചു, നോ പ്രോബ്ലം. ബട്ട് യൂഷ്വലി നമ്മൾ എന്താണ് സർക്കിൾ ഉപയോഗിച്ചിട്ടാണ് കാണിക്കുക. ക്ലിയർ? ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. യു സമം all students in a school, all students in a school. ഒരു സ്കൂളിലെ എല്ലാ കുട്ടികളുമാണ് യു എന്ന് വിചാരിക്കാം. ഓക്കെ, ക്ലിയർ? അതിനകത്ത് എം സമം മാത്സ് മാത്രം പഠിക്കുന്ന കുട്ടികൾ, സ്റ്റഡീസ് മാത്സ്. ഇത് മാത്സ് മാത്രമല്ല, മാത്സ് പഠിക്കുന്ന കുട്ടികൾ. ഓക്കെ, എം. ഇ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്രം പഠിക്കുന്ന കുട്ടികൾ, മാത്രമല്ല ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾ, സ്റ്റഡീസ് ഇംഗ്ലീഷ്. ഇവിടെ നോക്കിയേ, കണക്ക് പഠിക്കുന്ന കുട്ടികൾ എം എന്ന അക്ഷരം കൊണ്ടും ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾ ഇ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചാൽ, ചിലപ്പോൾ ഞാൻ സണ്ണി, ഞാൻ കണക്ക് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ കണക്ക് പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരുണ്ടാവും. ഞാൻ ഇംഗ്ലീഷും പഠിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുന്നവരുടെ കൂട്ടത്തിലും എൻ്റെ പേരുണ്ടാവും. അപ്പോൾ മാത്സ് പഠിക്കുന്നവർ സെറ്റ് എടുത്താൽ അവിടെ സണ്ണി കാണും, ഇംഗ്ലീഷ് പഠിക്കുന്നവർ സെറ്റ് എടുത്താൽ അവിടെയും സണ്ണി കാണും. ഇപ്പൊ നമ്മളൊക്കെ പല പല ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ നമ്മുടെ സ്കൂളിൽ, ഓരോരോ ക്ലബിലുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇത്, മാത്സ് പഠിക്കുന്നവരുടെ ലിസ്റ്റ്, ഇംഗ്ലീഷ് പഠിക്കുന്നവരുടെ ലിസ്റ്റ്. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്റ്റഡീസ് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മാത്തമാറ്റിക്സ്. ഇംഗ്ലീഷും മാത്തമാറ്റിക്സും പഠിക്കുന്ന കുട്ടികൾ, അതാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. സ്റ്റഡീസ് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മാത്സ്. മനസ്സിലായോ? ഇംഗ്ലീഷും മാത്സും പഠിക്കുന്ന കുട്ടികൾ, അതായത് ഇയാൾ മാത്സിലുണ്ട് ഇംഗ്ലീഷിലുണ്ട്. ക്ലിയർ ആണോ? അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആൻഡ് വന്നു കഴിഞ്ഞാൽ, ബോത്ത് വന്നു കഴിഞ്ഞാൽ അത് ഇന്റർസെക്ഷൻ ആണ്. അപ്പൊ ഇതെങ്ങനെ രേഖപ്പെടുത്തും? ഫസ്റ്റ് ഓഫ് ഓൾ റെക്ടാങ്കിൾ വരയ്ക്കുന്നു, യു എന്ന് പേരിടുന്നു, ദെൻ എ വരയ്ക്കുന്നു, ബി വരയ്ക്കുന്നു. ഇവിടെ എക്ക് പകരം എം ആണ്, എം, ഇവിടെ ഇ. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടും പഠിക്കുന്നവരെന്ന് പറയുമ്പോൾ നിങ്ങൾ ഷെയ്ഡ് ചെയ്യേണ്ട പോർഷൻ ഇവിടെ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഇത്. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? മാത്സും പഠിക്കുന്നു, ഇംഗ്ലീഷും പഠിക്കുന്നു. അപ്പൊ ഇവിടെ എവിടെ ഷെയ്ഡ് ചെയ്യണം? രണ്ടിലും കോമൺ ആയിട്ടുള്ള പോർഷൻസ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടും പഠിക്കുന്നില്ല, അതായത് മാത്സും പഠിക്കുന്നില്ല, ഇംഗ്ലീഷും പഠിക്കുന്നില്ല. ചില കുട്ടികൾ ഉണ്ടാവില്ലേ, മാത്സ് പഠിക്കാത്തവരുണ്ടാവും, ഇംഗ്ലീഷ് പഠിക്കാത്തവരും ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ എന്താ പറയാ, അത്തരം കുട്ടികളെ ഏത് കാറ്റഗറിയിൽ പെടുത്തും, എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും നോക്കാം നമുക്ക്. സോ ദിസ് ഈസ് യു. ഓക്കെ, ഇവിടെ എന്താണ്? നോ മാത്സ് ഓർ ഇംഗ്ലീഷ്. മാത്സും പഠിക്കുന്നില്ല, ഇംഗ്ലീഷും പഠിക്കുന്നില്ല. അപ്പോ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരച്ചു, ഇവിടെ ഇങ്ങനെ വരച്ചു. ദിസ് ഈസ് മാത്സ്, ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഇവിടെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാല് മാത്സ് പഠിക്കുന്നവരായി. ഓക്കെ, ഇപ്പത്തെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാലോ ഇംഗ്ലീഷ് പഠിക്കുന്നവരായി. അപ്പൊ ഇത് നമുക്ക് നടക്കില്ല, ഇങ്ങനെ എങ്ങനെ ക്രോസ് ചെയ്തിട്ടുള്ളത് നമുക്ക് നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ക്രോസ് ചെയ്തിട്ടല്ല ഇത്തരം ഫിഗർ നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഇത്തരം ഫിഗർ നമ്മൾ രേഖപ്പെടുത്തുന്നത് ക്രോസ് ചെയ്യാതെയാണ്. ഓക്കെ, കണ്ടോ? ഇത് നോ മാത്സ് ഓർ ഇംഗ്ലീഷ്, മാത്സും പഠിക്കുന്നില്ല, ഇംഗ്ലീഷും പഠിക്കുന്നില്ല. അത്തരം കുട്ടികളാണ് നമ്മൾ ഇവിടെ എന്താണ്
എഴുതിയിരിക്കുന്നത്. മാത്സും ഇല്ല, എന്താണ്, ഇംഗ്ലീഷും ഇല്ല. ഇംഗ്ലീഷ് ഉണ്ടോ? ഇത് രണ്ടും കോമൺ ആയിട്ടും ഇല്ല, സിംഗിൾ യൂസ് ആയിട്ടും ഇല്ല. മനസ്സിലായോ? ഇവിടെ നമ്മൾ ഒന്നിനും ഷെയ്ഡ് ചെയ്യുന്നില്ല, വെറുതെ ജസ്റ്റ് ഫിഗർ ഔട്ട് ചെയ്യുന്നു. ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പഠിക്കുന്നവരാവും. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റുഡൻസ് മാത്സ് പഠിക്കുന്നവരുണ്ട്, ഇത്രയും സ്റ്റുഡൻസ് ഇംഗ്ലീഷ് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഏതൊക്കെ കുട്ടികളാണ് മാത്സും ഇംഗ്ലീഷും പഠിക്കാത്തതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പിന്നീട് പഠിക്കും കോംപ്ലിമെന്ററി സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ നിന്ന് കട്ട് ചെയ്ത് പോയെന്ന് വിചാരിക്കും. അതായത് മാത്സ് പഠിക്കുന്ന കുട്ടികളെ നമ്മൾ മാറ്റി, ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികളെ നമ്മൾ മാറ്റി. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും കാണാൻ? നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചിന്തിക്കുക, ഇതൊരു കാർഡ്ബോർഡ് പെട്ടിയാണ്. ഇതിൽ നിന്ന് ഒരു റൗണ്ട് വരച്ച് നിങ്ങൾ മാത്സ് പഠിക്കുന്നവർ എടുത്തു കളഞ്ഞു, ഇതിൽ നിന്ന് ഒരു റൗണ്ട് വരച്ച് ഇംഗ്ലീഷ് പഠിക്കുന്നവർ എടുത്തു കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ കാണുന്ന ഫിഗർ എന്ന് പറയുന്നത് രണ്ട് ദൂരമായിരിക്കും, ഹോളായിരിക്കും. പിന്നെ ഈ ഒരു കാർഡ്ബോർഡിലൂടെ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ബാക്കി എവിടെ ഉള്ളത് എന്താ? ബാക്കിയുള്ളത് മാത്സ് പഠിക്കാത്തവരും ഇംഗ്ലീഷ് പഠിക്കാത്തവരുമാണ്. അപ്പോൾ ബാക്കിയുള്ള പോർഷൻ നിങ്ങൾ ഷെയ്ഡ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? സോ ദിസ് ഈസ് ദ ആൻസർ. ക്ലിയർ? ഓക്കെ, യെസ്. ഇതിനകത്ത് ഒരു കേസ് പറയുന്നത്, ഇംഗ്ലീഷ് പഠിക്കുന്ന കുറച്ച് കുട്ടികൾ അവരെന്തും കൂടി പഠിക്കുന്നുണ്ട്? മാത്സ് കൂടി പഠിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം, ഇംഗ്ലീഷ് പഠിക്കുന്ന എല്ലാവരും മാത്സിനകത്തുണ്ട്. എന്നാൽ മാത്സ് പഠിക്കുന്ന കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല, കുറച്ച് പേര്. ഓക്കെ, മാത്സ് പഠിക്കാത്ത കുട്ടികളും ഉണ്ട്. ശ്രദ്ധിക്കുക, 3 കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. ഒന്ന്, ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾ എന്ത് പഠിക്കുന്നുണ്ട്? മാത്സ് പഠിക്കുന്നുണ്ട്. മാത്സ് പഠിക്കുന്ന ചില കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല. മാത്സ് പഠിക്കാത്ത കുട്ടികളും ആ സ്കൂളിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം യു വരയ്ക്കും. ഇതാണ് സ്കൂളിലെ കുട്ടികൾ. എന്നിട്ട് മാത്സ് പഠിക്കുന്ന കുട്ടികളെ സാറ് ഒരു ട്രയാങ്കിൾ കൊണ്ട് കാണിച്ചു. ഇതാണ് മാത്സ് പഠിക്കുന്ന കുട്ടികൾ. ആ സ്കൂളിൽ മാത്സ് പഠിക്കുന്ന കുട്ടികളുണ്ട്, ഇതിന്റെ പുറത്തുള്ളതൊക്കെ മാത്സ് പഠിക്കാത്ത കുട്ടികൾ. അപ്പൊ ഇത് രണ്ടും ക്ലിയറായി. മാത്സ് പഠിക്കുന്ന കുട്ടികളായി, മാത്സ് പഠിക്കാത്ത കുട്ടികളായി. ഇനി എനിക്ക് വേണ്ടത് ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾ, എന്നാൽ ഒരു മാത്സും കൂടി പഠിക്കും. മാത്സിന് അകത്താണ് വരേണ്ടത്. ഞാൻ ഇവിടെ എഴുതി ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ ഇതിനകത്തേക്ക് നോക്കിയാൽ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികളാണ്. അവർ എന്തിൻ്റെ അകത്താണ്? മാത്സിൻ്റെ അകത്താണ്. അപ്പോൾ മാത്സ് പഠിക്കുന്ന കുട്ടികളും കൂടിയാണ്. എന്നാൽ ഇംഗ്ലീഷിന്റെ ഈ റൗണ്ടിന് പുറത്തുള്ളവരോ, അവർ മാത്സ് മാത്രം പഠിക്കുന്നവരാണ്, ഇംഗ്ലീഷ് പഠിക്കുന്നില്ല. എന്നാൽ ഈ ട്രയാങ്കിളിന്റെ പുറത്തുള്ളവരോ, അവർ ഇംഗ്ലീഷും പഠിക്കുന്നില്ല, മാത്സും പഠിക്കുന്നില്ല. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആലോചിച്ച് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിളിലൂടെ ഇത് ഒന്ന് ഉറപ്പിക്കാം. ഫോർ എക്സാമ്പിൾ, എ സമം 1 2 3, ബി സമം എ കോമ ബി കോമ സി. പിന്നെ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ എ ഓർ ബി എന്നാണ് അർത്ഥം. അതായത് എയിൽ നിന്നും ബിയിൽ നിന്നും ഉള്ളവരെ മൊത്തം നമ്മൾ എടുത്ത് എഴുതണം. പക്ഷെ അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 1 ഞാൻ എഴുതി, 2 എഴുതി, 3 എഴുതി, എ എഴുതി, ബി എഴുതി, സി എഴുതി. എനിക്കിതിനെ വെൻ ഡയഗ്രത്തിൽ കാണിക്കണം. അപ്പോൾ ഞാൻ എന്താ കാണിക്കുക? ഇതേ ഇങ്ങനെ കാണിക്കും. ആദ്യം യു. ഓക്കെ, യു എന്ന് കാണിച്ചു. എക്ക് പകരം ഞാനൊരു റൗണ്ട് കാണിച്ചു, ബിക്ക് പകരം ക്രോസ് ചെയ്ത് ഒരു റൗണ്ട് കാണിച്ചു. ദിസ് എ, ദിസ് ഇസ് ബി. അപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എയിലുള്ള എല്ലാവരും വേണം, ബിയിലുള്ള എല്ലാവരും വേണം. അപ്പോൾ എ മൊത്തം ഷെയ്ഡ് ചെയ്യാം. എ ഷെയ്ഡ് ചെയ്തു. ഓക്കെ, ബിയും ഷെയ്ഡ് ചെയ്യും. സോ ദിസ് ഈസ് നോൺ ആസ് എ യൂണിയൻ ബി. യൂണിയനെ കുറിച്ചൊക്കെ നമ്മൾ ആൽജിബ്ര നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കുക എന്താണ് ഈ യൂണിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ, എ സമം സെറ്റ് 1 2 3, ബി സമം സെറ്റ് 2 4 6. ഇങ്ങനെ വരുമ്പോൾ
നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എ ഇന്റർസെക്ഷൻ ബി. ഇതെങ്ങനെ റീഡ് ചെയ്യണം? എ ഇന്റർസെക്ഷൻ ബി. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളതിന്റെ വെൻ ഡയഗ്രം വരയ്ക്കാം. 2 മാത്രമാണ് എയും ബിയിലും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ 2 ആണ് ആൻസർ. വെൻ ഡയഗ്രം വരയ്ക്കുകയാണ്. ദിസ് ഈസ് യു, ദിസ് ഈസ് എ ബി. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള പോർഷൻ ഇതാണ്, ഇത് രണ്ടുമാണ്. സോ ഇതാണ് എ ഇന്റർസെക്ഷൻ ബിയുടെ എന്താണ് വെൻ ഡയഗ്രം. ഓരോന്നിന്റെ നിങ്ങൾ പഠിക്കണം. എ യൂണിയൻ ബി എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുന്നത്, എ ഇന്റർസെക്ഷൻ ബി എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുന്നതൊക്കെ പഠിക്കണം, വരച്ച് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ്. ഇനി സാർ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, പേരുകൾ കാണിച്ചു തരാം. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇതാണ് എൻ്റെ ഇതിന്റെ വെൻ ഡയഗ്രം വരുന്നത്. എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ 3 സെറ്റ് ഉണ്ട്. 3ലും പൊതുവായിട്ട് ഒരാളുണ്ടാവും, 2 പേരുണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു വെൻ ഡയഗ്രം വരയ്ക്കുന്നു. യു, അതിനകത്ത് എ മുകളിൽ വരയ്ക്കുന്നു, ബി താഴെ, സി. ശ്രദ്ധിക്കണം, 3 പേരെയും കൂടി കോമൺ ആയിട്ടുള്ള ഒരു പോർഷൻ ഇതാണ്. ആണോ? ദിസ് ഇസ് എ ബി സി. ക്ലിയർ? ഓക്കെ. അടുത്തത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നു, പക്ഷെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാനുള്ളത്. ഇവിടെ ബി യൂണിയൻ സി നിങ്ങൾ വരച്ചിട്ട് അതിനകത്ത് കോമൺ ആയിട്ടുള്ള ഒരാളാണ് ആര്? എ. അത് കണ്ടെത്തണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് സെപ്പറേറ്റ് വരയ്ക്കാം. ബി യൂണിയൻ സി ഞാൻ വരയ്ക്കുകയാണ്. എ ബി സി, എ ബി സി. ഇതിനകത്ത് ആദ്യം നിങ്ങൾ വരയ്ക്കേണ്ടത് ബി യൂണിയൻ സി. കാരണം ഇത് 2 എണ്ണം ഉള്ളതുകൊണ്ട് 2 വരച്ച് നോക്കിയിട്ട് കമ്പൈൻ ചെയ്യണം. അപ്പൊ ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ബിയും സിയിലും കോമൺ ആയിട്ടുള്ളതല്ല, ബി യൂണിയൻ സി ആണ്. ബി മൊത്തം ഷെയ്ഡ് ചെയ്യണം, സി മൊത്തം ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, കുറച്ചും കൂടി വലുതാക്കി വരയ്ക്കാം, അല്ലെങ്കിൽ ക്ലിയർ ആവും. എ ബി സി, എ ബി സി. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ഞാനിവിടെ ബി യൂണിയൻ സി മാത്രം ഷെയ്ഡ് ചെയ്യാണ്. അപ്പൊ ഒരു ഷെയ്ഡ് തന്നെ കൊടുക്കുക, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. ബി നമ്മൾ യൂണിയൻ കണ്ട പോലെ ബി യൂണിയൻ സി. പക്ഷെ ഇതല്ല നമ്മുടെ ഉത്തരം. നമ്മളിപ്പോ ഇത് മാത്രമാണ് ഷെയ്ഡ് ചെയ്തത്. എന്നിട്ട് എ ഇന്റർസെക്ഷൻ, ഇതിനകത്ത് എയിലുള്ളതും ഇതിനകത്തുള്ളതും, ശ്രദ്ധിക്കുക, ഇതിനകത്തുള്ളതും എയിനകത്തുള്ളതും കോമൺ ആയിട്ട്. അപ്പൊ നിങ്ങളുടെ എയിനകത്തുള്ള കോമൺ ആയിട്ടുള്ള പോർഷൻ എന്താണ്? ഇതാണ്. ഉണ്ടോ? ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് വേണ്ട? ഈ ഒരു പോർഷൻസ് വേണ്ട, രണ്ടാമത് വരച്ചാൽ മതി. എന്താ? ബിനകത്തുള്ളത് വേണ്ട, എയിനകത്തും ബിനകത്തും സിനകത്തുള്ളത് വേണം. ശ്രദ്ധിക്കുക, എയിലും ബിയിലും സിയിലും ഉള്ളത് ഇത് മാത്രമാണ്. അങ്ങനെയല്ല, ഇത് ബി യൂണിയൻ സി നിങ്ങൾ ആദ്യം കാണുന്നു, പിന്നെ എയിനകത്തും ഈ പറഞ്ഞ നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് വെച്ച പോർഷനകത്തും കോമൺ ആയിട്ടുള്ള എന്താണ്? ഇത്തരം പോർഷനാണ്. സോ ഇത്തരം പോർഷൻസ് നിങ്ങൾ ഷെയ്ഡ് ചെയ്യുക. ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ? അപ്പോൾ എന്താണ്? ബി യൂണിയൻ സി, ബിയും സിയും കോമൺ ആയിട്ടുണ്ട്, പക്ഷെ ഇതില്ല, ഈ ഒരു പോർഷൻ ഇല്ല, അവിടെ എയില്ലല്ലോ. ദിസ് ഈസ് ദ ആൻസർ. കണ്ടോ? ഒന്ന് നിങ്ങൾ പേപ്പറിൽ വരച്ച് നോക്കുക. അപ്പൊ ക്ലിയറോ? അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ബി യൂണിയൻ സി ആദ്യം ഒരു ഷെയ്ഡ് വരയ്ക്കുക. ദെൻ എ ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എയിലും ബിയിലും ഉള്ളത് ഓപ്പോസിറ്റ് ഷെയ്ഡ് വരയ്ക്കുക. അപ്പൊ ആ 2 ഷെയ്ഡ് ഒരുമിച്ച് വരുന്ന പോർഷൻസ് ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരിക. അടുത്തത് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. ഇവിടെ നിങ്ങൾ ആദ്യം ബി ഇന്റർസെക്ഷൻ സി വരക്കണം, എന്നിട്ട് എയിലുള്ള എല്ലാവരും ബി ഇന്റർസെക്ഷൻ സിയിലുള്ള എല്ലാവരും കൂടി ചേർക്കണം. അതാണ് യൂണിയൻ. അപ്പൊ സാർ ആദ്യം വരയ്ക്കുകയാണ്. എ ബി സി, എ
ബി സി. ബി ഇന്റർസെക്ഷൻ പറഞ്ഞാൽ ബിയിലും സിയിലും ഉള്ളത്. ഇതാണ് എൻ്റെ ബി. ഓക്കെ, ഇതാണ് എൻ്റെ സി. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താ? ഏത് പോർഷൻസാ? ബിയിലും സിയിലുള്ളത് ഇതുണ്ട്, ഇത്രയുണ്ട്. ഇത്ര എന്താണ്? ബിയിലും സിയിലുമുള്ള ഒരു പോർഷനാണ്. ഇവിടെ പറഞ്ഞ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ള എല്ലാവരും പിന്നെ ഈ പറഞ്ഞ ബി ഇന്റർസെക്ഷൻ സിയിലുള്ള എല്ലാവരും എന്ന് പറയുമ്പോൾ എയിലുള്ള എല്ലാവരും എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് വിട്ടു, എ മൊത്തം വിട്ടു. സോ ദിസ് ഈസ് ദ ആൻസർ. ക്ലിയർ? എയിലുള്ള എല്ലാവരും ബി ഇന്റർസെക്ഷൻ സിയിലെ ആളും അത്രയും ഷെയ്ഡ് ചെയ്യുക. ദാറ്റ് ഈസ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. ക്ലിയർ? ഇനി നമുക്ക് ഡിസ്ജോയിന്റ് സെറ്റ് എന്താണെന്ന് നോക്കാം. ഡിസ്ജോയിന്റ് സെറ്റ്. ഫോർ എക്സാമ്പിൾ, എ സമം സെറ്റ് 1 2 3, ബി സമം സെറ്റ് 4 6 8. ഇങ്ങനെ നമ്മൾ രണ്ട് സെറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് ആരുമില്ല. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നൾ സെറ്റാണ്. രണ്ട് സെറ്റാണ്. ഇത്തരം സെറ്റുകളാണ് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വെൻ ഡയഗ്രം എങ്ങനെ ഇരിക്കും? നമ്മൾ തുടക്കത്തിൽ കണ്ടതാണ്. വെൻ ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വേറെ മാറി നിൽക്കും, ബി വേറെ മാറി നിൽക്കും. എ ബി. ദിസ് ഈസ് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് ഡിഫറൻസ് ഓഫ് സെറ്റ് എന്താണെന്ന് നോക്കാം. ഡിഫറൻസസ് ഓഫ് സെറ്റ്സ്. ഉദാഹരണം പറയാം, എ സമം 1 2 3 4, ബി സമം 2 3 4. അപ്പൊ ഞാൻ എ മൈനസ് ബി ഇങ്ങോട്ട് കാണാൻ പറയാം. സിമ്പിൾ ആണ്. എയിൽ നിന്ന് ബി വെട്ടാം. ബിയിലുള്ള ആൾ എയിലുണ്ട്, ഇത് പോയി 3 പോയി 4, ബാക്കി ഒന്നാണ് 1 മാത്രമേ ഉള്ളൂ. സോ 1. സോ ദിസ് ഈസ് നോൺ ആസ് ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. എയിൽ നിന്നും ബി കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ. ഇത് നമുക്ക് വെൻ ഡയഗ്രത്തിൽ ഒന്ന് സൂചിപ്പിച്ച് നോക്കാം. സോ ദിസ് ഈസ് അവർ യു ആൻഡ് ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, എ ബി. ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കാം. എ എന്ന് പറയുന്നത് വരച്ചു, ബി എന്ന് പറയുന്നത് വരച്ചു. ബി നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇത് തെർമോക്കോളാണ് ആയിരിക്കാം. ബി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ബി അങ്ങനെ എടുത്ത് മാറ്റി. അപ്പൊ ബി അങ്ങോട്ട് കംപ്ലീറ്റ് പോയിട്ടാ. ബാക്കി ഇവിടെ എന്തുണ്ട്? അതാണ് എ മൈനസ് ബി. ഉണ്ടോ? ഓക്കെ. സാറോട് ഷെയ്ഡ് ചെയ്യുന്ന പോർഷൻ മനസ്സിലായോ? എയിൽ നിന്ന് ബി കട്ട് ചെയ്ത് മാറ്റി. അപ്പൊ എയിൽ ബാക്കിയുള്ളത് എന്താണ്? എ മൈനസ് ബി എന്ന് പറയുന്നത്. ദിസ് ഈസ് എ മൈനസ് ബി. തിരിച്ച് ബി മൈനസ് എ എങ്ങനെ ഇരിക്കും? ബി മൈനസ് എ ഇതുപോലെ തന്നെ നമ്മൾ വരച്ചു. എ വരച്ചു, ബി വരച്ചു. ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. ബിയിൽ നിന്ന് എ കട്ട് ചെയ്യണം. എ കട്ട് ചെയ്ത് ബാക്കിയുള്ള പോർഷൻസ് കണ്ടോ? ദിസ് ഈസ് നോൺ ആസ് ബി മൈനസ് എ. ഈ എ മൈനസ് ബിയും ബി മൈനസ് എയും കൂടി തമ്മിൽ ചേർത്ത കോമൺ ആയിട്ട് എന്തെങ്കിലും കിട്ടോ? കിട്ടില്ല. കാരണം ഈ പോർഷനും സെപ്പറേറ്റ് ആണ്. അത് തമ്മിൽ കോമൺ ആയിട്ട് ഒന്നുമില്ല. സോ എ മൈനസ് ബി ആൻഡ് ബി മൈനസ് എ ആർ എന്ത് സെറ്റാണ്? ഡിസ്ജോയിന്റ് സെറ്റ്. ഇവരെല്ലാവരും ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണ്. അപ്പൊ എ മൈനസ് ബി ഒരിക്കലും ബി മൈനസ് എക്ക് എന്താവില്ല? ഈക്വൽ ആവില്ല. ഇനി കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് ആണ്. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. ഈ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റും അതിന്റെ വെൻ ഡയഗ്രവും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ജസ്റ്റ് സാർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ എ മൈനസ് ബി എന്ന് കണ്ടു അല്ലേ? അത് എയുടെ സ്ഥലത്ത് യു ആണെങ്കിൽ, യു മൈനസ് ബി ആണെങ്കിൽ, അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്നാണ് നിങ്ങൾ എ സെറ്റ് കുറയ്ക്കുന്നതെങ്കിൽ ആ കിട്ടുന്നതാണ് എന്ത്? കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതിന്റെ വെൻ ഡയഗ്രം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും. സോ ഫോർ എക്സാമ്പിൾ യു സമം 1 2 3 4. യു എന്ന് പറഞ്ഞാൽ 4 വരെയാണ്. എ സമം 1 3. ദെൻ കോംപ്ലിമെന്റ് ഓഫ് എ ഇങ്ങനെ പറയാം, ഓർ കോംപ്ലിമെന്റ് ഓഫ് എ ഇങ്ങനെയും പറയാം. അപ്പൊ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് കോംപ്ലിമെന്റ് ഓഫ് എ ഇങ്ങനെ മുകളിലൊരു 1 പോലെ എഴുതിയിട്ടാണ്, ഡാഷ് പോലെ. ഈക്വൽ ടു
എന്താണ് അതിന്റെ ഫോർമുല? ഇതാണ് യു മൈനസ് എ. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ശ്രദ്ധിക്കണം, യൂണിവേഴ്സൽ സെറ്റിൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 പോയി 3 പോയി, ബാക്കി യൂണിവേഴ്സിറ്റിയിൽ എന്തുണ്ട്? 2ഉം 4 ഉണ്ട്. സോ 2,4. ഓക്കെ, ഇത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷനിൽ വരും, യൂണിയനിൽ വരും, അതുപോലെ 3 വെച്ച് വരും. അപ്പൊ അതിന്റെ ഒക്കെ വെൻ ഡയഗ്രാംസും കുറച്ചും കൂടി സമയം എടുക്കും പറയാൻ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. സോ ടുഡേസ് ടോപ്പിക്സ് വെൻ ഡയഗ്രാം. വെൻ ഡയഗ്രത്തിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള ആൽജിബ്രയുടെ വെൻ ഡയഗ്രാം പഠിച്ചു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റിന്റെ വെൻ ഡയഗ്രാം പഠിക്കും. ക്ലിയർ? ഓക്കെ, താങ്ക് യു.